മാതിരിയും ഒന്നുപോലെന്നും പുകഴുമെന്ന് ശാസ്ത്രങ്ങൾ മുറ്റും പുരാണങ്ങൾ എന്നിവ തീർത്തെറിഞ്ഞുള്ളോർ കഥിച്ചിടുന്നു. ചിലപ്പതികാരത്തിലെ പുകാർകാണ്ഡം 1-ാം അധ്യായം 5-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഇളങ്കോവടികൾ എഴുതിയതെന്ന് കരുതുന്ന കാവ്യത്തിന് പി നാരായണൻ നായരുടെ പരിഭാഷ 1930 തൃശൂർ മംഗളോദയം പ്രസ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ തെക്കു വടക്ക് അതിർത്തിയായിരുന്നു അന്ന് പൊതിയിൽ മലയും ഹിമാദ്രിയും. ഹിമാദ്രി ഹിമാലയം, പൊതിയിൽ മല ഇന്നത്തെ അഗസ്ത്യാർകൂടം. പൊതിയിൽ മല എന്നു പേര് വന്നത് എന്തുകൊണ്ടെന്ന് ചിലപ്പതികാരത്തിൽ വിവരിക്കുന്നുണ്ട്. ദേവകൾക്കും ഋഷികൾക്കും പൊതുവായി പ്രവേശനമുള്ള മല പൊതിയിൽ മലയായി. പൊതിയിൽ മലയിൽ നിന്ന് ഒഴുകിയിരുന്ന നദി പൊരുനാ നദിയെന്നും ചിലപ്പതികാരം. തിരുച്ചെന്തൂർ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തുന്ന ആ നദി കൊഴിയാള മാധവി വസിച്ച ഇടത്തെക്കുറിച്ചും ചിലപ്പതികാരം പറയുന്നുണ്ട്. പുരാണമനുസരിച്ച് മാധവി അഗസ്ത്യന്റെ ശാപമേറ്റ് ഭൂമിയിൽ പെണ്ണായി പിറക്കേണ്ടി വന്ന ദേവനർത്തകി ഉർവശിയാണ്. ഉർവശി അഗസ്ത്യന്റെ അമ്മയുമാണ്. മിത്രനും വരുണനും ഉർവശിയിലുണ്ടായ ഭ്രമത്തിൽ നിന്നുണ്ടായ പുത്രൻ എന്നാണ് കഥ. പെണ്ണും ആണും അതിവിചിത്രമായി സമ്മേളിക്കുന്ന കഥകളാണ് അഗസ്ത്യനെക്കുറിച്ച്. പലതും പരസ്പര വിരുദ്ധം, ചരിത്രപരമായി ഏച്ചുകെട്ടാൻ കഴിയാത്തത്ര അന്തരമുള്ള കഥകൾ. തമിഴ് സംഘകാല കൃതികളിലുള്ളത് അഗസ്ത്യനല്ല, ഉള്ളത് അഗത്യർ അഥവാ അഗത്തിയ മുനിവർ, തമിഴ് മുനിയാണ്. അഗത്യം എന്ന പുസ്തകം എഴുതിയാണ്. മലയാളവും കന്നഡയും തമിഴും തെലുങ്കും ഒക്കെ ഉൾപ്പെടുന്ന ഭാഷകളുടെ വ്യാകരണം ചിട്ടപ്പെടുത്തിയാണ്. ആ അഗത്യർക്ക് ഉത്തരേന്ത്യൻ പുരാണത്തിലെ അഗസ്ത്യനുമായി ഒരിടത്തും ബന്ധവുമില്ല. പിന്നെങ്ങനെ വന്നു അഗസ്ത്യാർകൂടം എന്ന പേരും പെണ്ണുകേറാമല എന്ന സങ്കല്പവും? തമിഴകം എന്ന് പറഞ്ഞത് ഇന്ന് തമിഴ്നാട് മാത്രമല്ല, കേരളവും കൂടി ഉൾപ്പെട്ടതിനെ കൊണ്ട് തമിഴകം എന്നാണ് പറയുന്നത്. ഈ തമിഴകത്തിൻ്റെ ചരിത്ര പേടകങ്ങളെന്ന് പറയുന്നത് പഴന്തമിഴ് പാട്ടുകളാണ്. പിന്നെ സംഘകാല കൃതികളെന്നും പറയും. അപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം നിർണ്ണയിച്ചിരിക്കുന്നത് BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെ നീട്ടിക്കൊണ്ടു പോകുന്നു. നമുക്കതിലേക്ക് അത് തന്നെ എടുക്കാം. പക്ഷെ അതിനകത്തെങ്ങും തന്നെ അഗസ്ത്യകൂടം എന്നല്ല പറയുന്നു, പൊതിയിൽ മല എന്നാണ്. പൊതിയൻ മല എന്നും പൊതിയിൽ മല എന്നും ആണ് അതിന് പറയുന്നത്. അപ്പോൾ അഗസ്ത്യരെക്കുറിച്ച് യാതൊരു പരാമർശവും ഈ കൃതികൾ, സംഘകാല കൃതികൾ, അത് ഏതാണ്ട് 18 36 കൃതികളാണ്. 18 കീഴ്ക്കണക്കും 18 മേൽക്കണക്കും എന്ന് പറഞ്ഞിട്ട് ഈ 36 കൃതികളിലും ഇതിനെക്കുറിച്ച് ഈ അഗസ്ത്യരെക്കുറിച്ച് പരാമർശമില്ല. പൊതിയൽ മല. അത് മാത്രമല്ല, അതിൻ്റെ വലിയ രസകരമായൊരു സംഭവം, പൊതിയൽ മലയ്ക്കുടയോൻ എന്നൊരു പ്രയോഗമാണ് തന്നെ. ഈ പൊതിയൽ മലയ്ക്കുടയോൻ എന്ന് പറഞ്ഞത് പാണ്ഡ്യരാജാവാണ്. ഒരിക്കലും കേരളീയ രാജാക്കന്മാരെ പൊതിയിൽ മലയ്ക്കുടയോൻ എന്ന് പറയാറുണ്ട്. അതെന്തായാലും ഈ ഇതിനകത്ത് ഇങ്ങനൊരു പരാമർശം 6-ാം നൂറ്റാണ്ട് വരെ അങ്ങനൊരു പരാമർശമില്ല. 7-ാം നൂറ്റാണ്ടിൽ ഹുയാൻ സാങ് വരുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ, കേരളത്തിൽ വന്നില്ല എന്നും പറയുന്നു. എന്തായാലും തമിഴ്നാട്ടിൽ വന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ മലയകൂടം എന്നാണ് പറയുന്നത്. അവിടെയും അഗസ്ത്യർ പ്രത്യക്ഷപ്പെടുന്നില്ല. പിന്നെ ഒരു AD 779 ഉദ്യോധന സൂരി എന്ന് പറയുന്ന ഒരു ജൈനമുനി, അദ്ദേഹം രാജസ്ഥാൻകാരനാണ്. അദ്ദേഹം കുവലയമാല എന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. ഈ കുവലയമാലയിൽ ഈ കുവലയ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവ് നേരെ വിഴിഞ്ഞത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതിനകത്തും ഈ അഗസ്ത്യകൂടം കടന്നാണത് വരുന്നത്. പക്ഷെ അവിടെയും അഗസ്ത്യരെക്കുറിച്ച് പറയുന്നില്ല. പശ്ചിമാചല ചൂളാം ദേശം എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അവിടെ അഗസ്ത്യർ പ്രത്യക്ഷപ്പെടുന്നില്ല. 779 കാര്യം ഞാനീ പറഞ്ഞു, അപ്പോഴുമില്ല. പിന്നെ വരുന്ന മറ്റ് പ്രാചീന 10-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു കൃതിയിലും ഇതിനെക്കുറിച്ച് വരുന്നില്ല. പിന്നെ 14-ാം നൂറ്റാണ്ടിൽ ഈ സംഘകാല കൃതികൾക്ക് വ്യാഖ്യാനം എഴുതിയ നാച്ചിക്കിനിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതിനെ മുതുക്കടവുൾ എന്നൊരു പ്രയോഗത്തിന് അദ്ദേഹം അഗസ്ത്യരാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്നാൽ അഗസ്ത്യരെക്കുറിച്ചുള്ള സങ്കല്പം നേരത്തെ ഉണ്ട് തമിഴ്നാട്ടിൽ. ഈ അഗസ്ത്യരാണ് തമിഴ് ലിപി കണ്ടുപിടിച്ചത്, തമിഴ് ഭാഷയ്ക്ക് വ്യാകരണം എഴുതിയത്, പേരകത്യം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയത്, വൈദ്യശാസ്ത്രം അദ്ദേഹത്തിൻ്റേതാണ്, സിദ്ധവൈദ്യം അദ്ദേഹത്തിൻ്റേതാണെന്ന് പറയപ്പെടുന്നു, പക്ഷിശാസ്ത്രം അദ്ദേഹത്തിൻ്റേതാണെന്ന് പറയപ്പെടുന്നു, ജ്യോതിഷം അങ്ങനെ ഈ അവിടുത്തെ
പൗരാണിക അറിവുകൾ മുഴുവൻ ഈ അഗസ്ത്യരിൽ ആരോപിച്ചുകൊണ്ടാണ് അവരുടെ ഒരു സംഘകാല സമ്പ്രദായത്തിനെക്കുറിച്ച് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അതിലെങ്ങും തന്നെ ഈ പറഞ്ഞ പോലെ അഗസ്ത്യർ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് മലയുടെ ഉടയോനായി പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. മറ്റൊന്നുള്ളത്, ഈ അഗസ്ത്യർ, രാമായണത്തിൽ അഗസ്ത്യർ വരുന്നുണ്ട്. ശ്രീരാമന് ഉള്ള തെക്കോട്ടുള്ള യാത്രയിൽ ആദിത്യ ഹൃദയമൊക്കെ ഉപദേശിക്കുന്നത് അഗസ്ത്യനാണ്. പക്ഷേ ഈ അഗസ്ത്യർ വിന്ധ്യാചലത്തിലാണ് താമസിക്കുന്നത്. വിന്ധ്യാചലത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം, പഞ്ചവടിക്കടുത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് 1200 കിലോമീറ്റർ തെക്ക് മാറിയാണ് അഗസ്ത്യർകൂടം. അപ്പോൾ അഗസ്ത്യർകൂടെ വന്നിരുന്നു എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. മാത്രമല്ല ജാവാദ്വീപിൽ അഗസ്ത്യരെ കുറിച്ചുള്ള സങ്കല്പമുണ്ട്. അഗസ്ത്യർ അവിടെ വന്നു, അഗസ്ത്യ ക്ഷേത്രങ്ങളും അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മിത്തുകളും ഒക്കെ നിലവിലിരിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു മിത്തായി രൂപപ്പെടാനാണ് സാധ്യത. ചരിത്രം വിചിത്രമായി നീണ്ടു കിടക്കുകയാണ്. ശബരിമലയുടെ കാര്യത്തിൽ എന്നതുപോലെ വിശ്വാസങ്ങൾക്ക് വഴങ്ങുന്നതല്ല യുക്തിയും തെളിവുകളും. ആദ്യമായി അഗസ്ത്യകൂടം കയറിയ ധന്യാസനലിന്റെ അനുഭവങ്ങൾ മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. ആദ്യ ഭാഗം ഇതിനെ നമുക്ക് 3 ദിവസത്തെ യാത്രയാണ് അഗസ്ത്യർകൂടം ട്രക്കിങ്ങിന് വേണ്ടി വരുന്നത്. ആദ്യ ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ ഒരു 5 കിലോമീറ്റർ താരതമ്യേന എല്ലാ ട്രക്കേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ടെറൈനാണ്. വെസ്റ്റേൺ ഘട്ടിൻ്റെ നോർമൽ ടെറൈൻ അറിയുന്ന എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു ടെറൈനാണ്. ആദ്യം 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പുൽമേടാണ്. അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം സൂര്യൻ നമ്മുടെ ഉച്ചിയിലെത്തിക്കാണും. നല്ല റഗ്ഡായിട്ടുള്ള ടെറൈനാണ്. അവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത ഒരു സ്ഥലം. അത് ഏകദേശം 4 കിലോമീറ്ററേ അതുള്ളൂ. പക്ഷേ ഏകദേശം ഒരു 14 കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു ബുദ്ധിമുട്ട് ഈ പുൽമേടിലൂടെ കടന്നു പോകുന്ന ഓരോ സഞ്ചാരിയും അത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തിന് മുമ്പ് തന്നെ നമ്മൾ കരമനയാറ്, അട്ടയാറ് തുടങ്ങിയ ഒരുപാട് നദികൾ ക്രോസ് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ആ സമയത്ത്. അതിനുശേഷം നമ്മൾ എത്തുന്നത് മുട്ടിടിച്ചാമ്പാറ അല്ലെങ്കിൽ മുട്ടിടിച്ചാന്തേരി എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മൾ അനുഭവിക്കുന്നത് നടന്ന് നമ്മൾ ആ ഒരു കയറ്റം കയറുമ്പം നമ്മുടെ മുട്ട് വന്ന് നെഞ്ചിലിടിക്കുന്നത് കൊണ്ട് ആൾക്കാർ പറഞ്ഞുണ്ടായൊരു പേരാണെന്ന് തോന്നുന്നു മുട്ടിടിച്ചാമ്പാറ എന്നുള്ളത്. അത് ശരിക്കും അനുഭവത്തിൽ തന്നെ അങ്ങനെയാണ് വരുന്നത്. ഏകദേശം ഞാനൊരു 10 കിലോ ബാഗുമായിട്ടാണ് ഞാൻ ട്രക്കിംഗ് നടത്തിയത്. എനിക്ക് വേണ്ട അവശ്യ സാധനങ്ങളെല്ലാം ബാഗിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രമകരമായ കയറ്റം തന്നെയായിരുന്നു അത്. അപ്പം മുട്ട് വന്ന് നെഞ്ചിൽ ലിറ്ററലി ഇടിക്കുന്ന രീതിയിലുള്ള അത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതോടുകൂടി നമ്മൾ ബേസ് ക്യാമ്പിലെത്തും. ബേസ് ക്യാമ്പിൻ്റെ പേര് അതിരുമല എന്നാണ്. 2ാമത്തെ ദിവസമാണ് നമ്മുടെ അഗസ്ത്യാർകൂടം പ്രോപ്പർ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പം ഈ 2ാമത്തെ ദിവസത്തെ ട്രക്കിംഗ് എന്ന് പറയുന്നത്, ആദ്യത്തെ ദിവസം നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് റഗ്ഡ് ടെറൈനിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ 2ാമത്തെ ദിവസം അതികഠിനമായിട്ടുള്ള ഒരു ടെറൈനിലേക്ക് നമ്മൾ എടുത്തു ചാടുകയാണ്. ആദ്യം മുതൽ തന്നെ മലകളാണ്, പാറക്കെട്ടുകളാണ് പൂർണ്ണമായിട്ടുള്ളത്. ആദ്യം രാവിലെ നമ്മൾ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ പൊങ്കാലപ്പാറ എന്ന് പറയുന്നൊരു പ്രദേശത്ത് ഫുഡ് കഴിക്കാൻ നിർത്തുന്നു. അതിനുശേഷം പിന്നെ വെള്ളം കിട്ടില്ല. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട 3 പീക്കുകളുള്ളത്. 3 പീക്കും അവർ കയറിട്ടിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. കയറ് വെച്ച് വലിഞ്ഞു കയറുന്ന രീതിയാണ്, അല്ലാതെ കയറാൻ ബുദ്ധിമുട്ടാണ്. 4ാമത്തെ ഏറ്റവും വലിയൊരു പീക്കാണ് ഈ പറയുന്ന അഗസ്ത്യാർകൂടം. അവിടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കയറിട്ടിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം 4 സ്ഥലത്ത് കയറ് ഇട്ടിട്ട് റോക്ക് ക്ലൈംബിംഗ്, അതുപോലെ തിരിച്ചിറങ്ങുന്ന സമയത്ത് റാപ്പിളിംഗ് എന്ന് പറയുന്ന 2 ട്രക്കിംഗ് ടെക്നിക്സ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റോക്ക് ക്ലൈംബിംഗ്, റാപ്പിളിംഗ്. അപ്പം ഈ 2 കാര്യങ്ങളും ചെയ്യാൻ കുറച്ച് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. സാധാരണ അതൊക്കെ ചെയ്ത് ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് ശീലമുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. അല്ലാത്തവർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ഈ ഒരു യാത്ര. 2ാമത്തെ ദിവസം നമ്മൾ അഗസ്ത്യാർകൂട യാത്ര കഴിഞ്ഞ് തിരിച്ച് ബേസ് ക്യാമ്പിൽ തന്നെ എത്തുന്നു. 3ാമത്തെ ദിവസമാണ് ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ച് ബോണക്കാട് വരെ തിരിച്ചെത്തുന്ന ഒരു ദീർഘദൂര യാത്ര വരുന്നത്. പ്രതിരോധ വക്താവായ ധന്യാസനിൽ ആദ്യ ദിവസത്തെ പട്ടികയിൽ ഇടം പിടിച്ച വനിതയാണ്. ധന്യയ്ക്ക് മുൻപ് നിരവധി വനിതകൾ ശ്രമിച്ചു പരാജയപ്പെട്ടതാണ് അഗസ്ത്യകൂടം യാത്ര. മുൻവർഷങ്ങളിൽ പരാജയപ്പെട്ടവർ നടത്തിയ നിയമ നടപടികളാണ് ഹൈക്കോടതിയുടെ അനുകൂല വിധിയിലേക്ക് എത്തിയത്. മകരവിളക്ക് മുതൽ ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിലെ ട്രക്കിങ്ങിന് സ്ത്രീകളെ കൂടി പ്രാപ്തമാക്കിയത് ആ പോരാട്ടങ്ങളാണ്. അതായത് വനത്തിലേക്ക് പോകുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും വന്യമൃഗങ്ങൾ ഒരേ രീതിയിൽ തന്നെയാണ് ആക്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുരക്ഷിതത്വ ഭീഷണി ഉണ്ടെങ്കിൽ അത് ഒരേ രീതിയിൽ തന്നെയായിരിക്കും. മറിച്ച് ഈ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്ന് പറയുമ്പോൾ, അതായത് ഈ ട്രക്കിങ്ങിന് പോകുന്നത് പൊതുജനങ്ങളോ പുറത്തുനിന്ന് വൻതോതിൽ ആളുകൾ പോകുന്നതല്ല. വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 2 ഗൈഡുകളുടെ നിയന്ത്രണത്തിൽ 10 പേരടങ്ങുന്ന ടീമിനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു 10 പേരെ കൊണ്ടുപോകുന്നിടത്ത് സുരക്ഷിതത്വം തരാൻ
പറ്റില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ വനത്തെ അറിയാനും ആസ്വദിക്കാനും പഠിക്കാനും ഒക്കെ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലും ആ ഒരു ഉറച്ച ഇതിലാണ് നമ്മൾ ആ ഒരു സമരരംഗത്തേക്ക് വരുന്നത്. ഒത്തിരി കാലം മുമ്പേ എൻ്റെ കുഞ്ഞിലുള്ള പ്രായം മുതൽ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എനിക്ക് അഗസ്ത്യാർകൂടം കയറണമെന്ന്. അന്നൊന്നും എനിക്കറിയത്തില്ല അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുമതിയില്ല എന്നും ആ ഒരു മാറ്ററേ എനിക്കറിയത്തില്ല. എൻ്റെ ചിന്തയിൽ അതൊരു മൃതസഞ്ജീവിനി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കയറി ഇറങ്ങി വന്നാൽ ആയുസ് കൂടും എന്നുള്ളൊരു വാർത്തയാണ് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത്. അഗസ്ത്യകൂടം ട്രക്കിംഗ് സമത്വ പ്രഖ്യാപനം കൂടിയാണ്. പുരുഷന് കയറാവുന്ന ഏതു മേഖലയും സ്ത്രീക്കും പ്രാപ്യമാണെന്ന് തെളിയിക്കാനുള്ള വഴി. സ്ത്രീക്ക് നിയമപരമോ ചരിത്രപരമോ ആയ കാരണങ്ങളില്ലാതെ വിലക്ക് കൽപ്പിച്ചതിനുള്ള തിരുത്ത്. ഞങ്ങൾ ശരിക്കും ഈ ഒരു അഗസ്ത്യാർകൂടം കയറുന്നു എന്നുള്ളതിനെ ഞങ്ങൾ വളരെ സെക്കൻഡറി ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ കയറാൻ പാടില്ല, സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നിരന്തരമായിട്ടുള്ള സമരത്തിലൂടെയും നിയമ പോരാട്ടത്തിലൂടെയും ആ വിലക്ക് നീക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത്. അത് അഗസ്ത്യകൂടം കയറുക, മല കയറുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമാണ്. എന്നു മുതലാണ് പഴയ പൊതിയിൽ മല അഗസ്ത്യകൂടമായത്? അവിടെ അഗസ്ത്യമുനിയുടെ വിഗ്രഹം വന്നത് എങ്ങനെയാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം എന്ന് പറയുന്നത് അഗസ്ത്യർമല എന്ന് പറയുന്ന പൊതിയൻ മലയിലേക്ക് യൂറോപ്യന്മാരുടെ ശക്തമായൊരു ഒഴുക്കുണ്ടായി. അതെനിക്ക് തോന്നുന്നത് ആദ്യം 1855 ഒരു സ്കോട്ടിഷ് ഒരു ഭൗമശാസ്ത്രജ്ഞൻ അലൻ ബ്രൗൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ വെള്ളയമ്പലത്ത് സ്ഥാപിച്ച ഒബ്സർവേറ്ററി സമാന്തരമായി വേറൊരു ഒബ്സർവേറ്ററി ഈ അഗസ്ത്യകൂടത്തിന് സമീപമുള്ള പൊന്മുടി സ്ഥാപിച്ചു 1855. 59 വരെ നിലവിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് കാറ്റും മഴയൊക്കെ വന്നിട്ട് മണ്ണിലൊക്കെ ചെയ്തതാണ്, തകർന്നു പോയി. ഈ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ പിറകെ തന്നെ പലരും സായിപ്പന്മാരും ഈ തോട്ടങ്ങൾ എവിടെയായി സ്ഥലം കയ്യേറി തോട്ടങ്ങൾ, അങ്ങനെയാണ് പൊന്മുടി എസ്റ്റേറ്റ്, ബോണക്കാട് എസ്റ്റേറ്റ് ഒക്കെ വരുന്നത്. അക്കൂട്ടത്തിൽ ഈ അഗസ്ത്യർകൂടത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അതിൻ്റെ പേര് അതിരുമല എസ്റ്റേറ്റ്. അപ്പോൾ ഇത് പ്രതികൂലമായൊരു കാലാവസ്ഥ, അവിടെ ജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, തൊഴിലാളികളെ കിട്ടാനുള്ള പ്രശ്നങ്ങളാണ്. അദ്ദേഹം അത് ഉപേക്ഷിച്ചു. പക്ഷേ ആ എസ്റ്റേറ്റിൽ അന്ന് അദ്ദേഹം നട്ട തേയില വൻ വൃക്ഷങ്ങളായി ഇപ്പോൾ പോകുന്നവർക്കത് കാണാൻ പറ്റും. അപ്പോൾ ആ കുടിയേറ്റ കാലത്ത് ഈ അതിരുമല എസ്റ്റേറ്റിൽ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നേ ഉള്ളൂ, കൃത്യമായി എനിക്ക് രേഖയിൽ. ഇത് പിൽക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചില തീർത്ഥാടകർ ഇതിനെ എടുത്തു കളഞ്ഞിട്ട് അവിടെ ബുദ്ധൻ്റെ ബിംബം വെച്ചു എന്ന് പറയുന്നു, അഗസ്ത്യൻ്റെ ബിംബം വെച്ചു എന്ന് പറയുന്നു. ഇത് ആരോ എടുത്തു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ട് വീണ്ടും അവിടെ കുരിശ് വരുന്നു. ഇതിനെയും ആരൊക്കെ തകർത്തിട്ട് പിന്നെ അത് വലിയ പ്രശ്നമായി മാറി. അങ്ങനെ ഈ നമ്മുടെ നെയ്യാർ ഡാമിൽ വിഷ്ണു ദേവാനന്ദ എന്ന് പറയുന്ന പറക്കസ്വാമി എന്ന് അദ്ദേഹത്തിൻ്റെ വെളിപ്പേരുണ്ട്. അദ്ദേഹം ഒരു സ്വന്തമായി വിമാനമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 50-നും 60-നും ഇടയ്ക്ക് കാണുന്ന ബിംബമാണ് ഇന്നുള്ളത്. അഗസ്ത്യാർകൂടം ഇന്ത്യയുടെ തെക്കൻ കോട്ടയാണ്, പ്രകൃതിയുടെ സുരക്ഷാ മതിൽ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വൈവിധ്യമുള്ള ആവാസ മേഖല, കടുവയും പുലിയും ആനയും കരടിയും പാർക്കുന്ന ഇടം, ആയുർവേദത്തിലെയും സിദ്ധവൈദ്യത്തിലെയും പ്രധാനപ്പെട്ട സസ്യങ്ങൾ, മരുന്നുകൾ വളരുന്ന സ്ഥലം. കന്മദമാണ് ഈ വനമേഖലയിലെ പ്രധാന നിധി. മകരം മുതൽ ശിവരാത്രി വരെയുള്ള കാലത്ത് നാട്ടുവൈദ്യന്മാരാണ് പണ്ട് അഗസ്ത്യാർകൂടത്തിലേക്ക് പോയിരുന്നത്. ഒരാണ്ടിലേക്കുള്ള മരുന്ന് ശേഖരിക്കാൻ. അതിനുമപ്പുറം എന്തെങ്കിലും തീർത്ഥാടനപരമായ യാത്രകൾ അഗസ്ത്യാർകൂടത്തിലേക്ക് നടന്നതായി എങ്ങും രേഖകളില്ല. അഗസ്ത്യർകൂടത്തിൻ്റെ താഴ്വാരത്തിലുള്ള ഏക ഗിരിവർഗം എന്ന് പറയുന്ന കാണിക്കാരൻ. ഈ കാണിക്കാരൻ എന്നുള്ള പേര് തന്നെ 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആ പേര് തന്നെ വരുന്നത്. അതൊരു ഈ ഇതുണ്ടല്ലോ മറ്റേ ഈ നരവംശ സർവേക്കാരും പഠിതാക്കളും കൊടുത്തൊരു പേരാണ്. എന്തായാലും ഒരു ഗിരിവർഗമാണ്, ഒരു വനവാസികളാണ്. പക്ഷെ അവരുടെ ഇടയിൽ ഈ ബിംബപൂജ നിലവിലില്ല. അവർക്ക് ആൾത്തറകളാണ്. ആൾത്തറ എന്ന് പറയും, ആൾത്തറയാണ്. അതായത് ഈ പരേതാത്മാക്കളെ, മരിച്ചുപോയ പരേതാത്മാക്കളെ ആവാഹിച്ചുരുത്തി അവർക്ക് ആണ്ടുതോറും കൊടുത്ത് കൊടുതി എന്നാണ് പറയുന്നത്, കൊടുക്കൽ എന്നുള്ളതിന് കൊടുതി നടത്തി ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം. പിന്നുള്ളത് അവരുടെ ദൈവപ്പുരകളാണ്.
ഈ പുര എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദൈവത്തിൻ്റെ സങ്കല്പം പുരയ്ക്കില്ല. ഈ പൂജാതി കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാരിയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതിൽ കവിഞ്ഞ് ആയിരവല്ലിയാണ് അവരുടെ ഒരു മലദേവത എന്ന് പറയും. മല്ലൻ തമ്പുരാനും ആയിരവല്ലി ഒക്കെയാണത്. എന്നാൽ ഈ അഗസ്ത്യ മിത്ത് അവരുടെ ഇടയിൽ നിലവിലുണ്ട്. അതായത് പറയുന്നത് ഈ ശിവൻ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും സൃഷ്ടിച്ച് അഗസ്ത്യർ ഈ പുതിയൻ മലയിൽ വന്നു എന്നും അവർ ഈ ഒരു മാനിനെ 2 രീതിയിൽ പറയുന്നുണ്ട്. മാനിനെ എഴുതതാണെന്നും പറയുന്നുണ്ട്, വൃക്ഷത്തെ എഴുതതാണെന്നും പറയുന്നുണ്ട്. അഗസ്ത്യവിനും അവിടെ വന്നപ്പോൾ ഇവരെ കണ്ടിട്ട് പറഞ്ഞു ഒരു ഇല എഴുത് വീഴ്ത്താൻ പറഞ്ഞൊരു വൃക്ഷത്തിൽ ഒരു അമ്പ ഇതാ വൃക്ഷത്തിൻ്റെ തന്നെ മറിച്ചു എന്ന്. ഇത് കൊണ്ട് ദേഷ്യം വന്ന അഗസ്ത്യർ തൻ്റെ ശിഷ്യനേക്കാൾ അഗ്നിവേശ് എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനേക്കാൾ ഇവർ പ്രഗത്ഭരായി പോകുമെന്നാണ് ഇവരെ മുഴുവൻ പിടിച്ചു വിഴുങ്ങിയെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവരെ മുഴുവൻ അഗ്നിയിൽ ദഹിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. മിത്തിന് പല രൂപങ്ങളുണ്ടല്ലോ, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതിൽ ദേഷ്യം പൂണ്ട ശിവൻ അദ്ദേഹം 2 പേരെ സൃഷ്ടിച്ചു എന്നും അങ്ങനെ അഗസ്ത്യരാണ് ഇവരുടെ ഈ ചീട്ടുനിനവും എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും നശിപ്പിച്ചു എന്നും അവരുടെ ഇടയിൽ ഒരു മിത്ത് നിലവിലുണ്ട്, ഒരു ഐതിഹ്യം നിലവിലുണ്ട്. അപ്പോൾ ഈ ശരിക്കും അഗസ്ത്യ പൂജയുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിവുകളിൽ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലും ഈ പൊതിയൻ മലയ്ക്ക് അല്ലെങ്കിൽ അഗസ്ത്യകൂടത്തിന് കിഴക്കും പടിഞ്ഞാറുമായി ഒരു 8-10 ക്ഷേത്രങ്ങൾ, 8-10 അതിനകത്ത് താഴെ ഒരു 10 താഴെയുള്ള ക്ഷേത്രങ്ങളേ ഉള്ളൂ അഗസ്ത്യരുടേതായിട്ട്. ഇതൊന്നും തന്നെ പ്രാചീന ക്ഷേത്രങ്ങളല്ല. പിൽക്കാലത്ത് അതായത് മിത്ത് രൂപപ്പെട്ട് മിത്ത് സജീവമായതിനു ശേഷം സൃഷ്ടിക്കപ്പെട്ട പ്രാചീന ക്ഷേത്രങ്ങളെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ അഗസ്ത്യരുമായിട്ടത്ര ബന്ധമുണ്ട് എന്ന് പറയാം. അവരുടെ ഒരു ഗോത്ര ദേവത എന്ന് പറയുന്ന ആയിരവല്ലി. സമുദ്രനിരപ്പിൽ നിന്ന് 1836 മീറ്റർ ഉയരം, മേഘങ്ങളെ കയ്യെത്തി തൊടാവുന്നതുപോലെയുള്ള അടുപ്പം, മജ്ജയിലേക്ക് കുത്തിക്കയറുന്ന കൊടും തണുപ്പും വൻമരങ്ങളുടെ പോലും വേരെടുക്കുന്ന കാറ്റും അവിടെ പെണ്ണിനെ എന്തിനു തടഞ്ഞു നിർത്തി? അതീവ ദുരൂഹമായിരുന്നു ആ തീരുമാനം. ദക്ഷിണദേശസ്ഥമാകും മലയജം സ്വച്ഛമുരച്ചുള്ള പങ്കം തളിച്ചുടൻ ചെങ്കിനീർ പുതുപ്പൂക്കളും കാമത്തെ അങ്കുരിപ്പിക്കുന്ന നീലോൽപ്പലങ്ങളും നിറഞ്ഞതാണ് ചിലപ്പതികാരത്തിലെ ദക്ഷിണദേശത്തുള്ള ഈ മല. ശബരിമലയിൽ ഉണ്ടായതുപോലെ വലിയ പ്രതിഷേധം ബോണക്കാട് ഉണ്ടായില്ല. കാണി സമുദായം ഏറ്റവും മാന്യമായാണ് വിധിയെ സ്വീകരിച്ചത്. അവർ പ്രതിഷേധം അറിയിച്ചു, പക്ഷേ ആരെയും തടഞ്ഞില്ല. സമീപകാലത്തെ വിശ്വാസ സമരങ്ങൾ നോക്കുമ്പോൾ തീർത്തും അവിശ്വസനീയമായ തീരുമാനം. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യമായി ആരാധിച്ചു പോരുന്ന ഒരു ദേവസ്ഥാനത്തേക്ക് അനധികൃതമായി സ്ത്രീ പ്രവേശനവും അതുപോലെ ട്രക്കിങ്ങിലൂടെ അത് നശിപ്പിക്കപ്പെടുകയാണ്. അതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ജൈവ വൈവിധ്യ മേഖലയാണ്. അവിടെ ട്രക്കിംഗ് മേഖല ആക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. അത് മാത്രമല്ല, വന്യജീവികളും വിലപ്പെട്ട സസ്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് അഗസ്ത്യർകൂടം. അത് യുനെസ്കോയുടെ പരിധിയിലുള്ള ഒരു പ്രദേശമാണ്, കാത്തു സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അതിങ്ങനെ നശിപ്പിക്കുന്നത് നടപടി ഒരിക്കലും ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. 100ഓളം സ്ത്രീകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരെത്തിയ തടയുമോ? ഒരു സ്ത്രീയെ ഞങ്ങൾ തടയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കോടതി വിധി ഞങ്ങൾ മാനിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങൾ ആരാധനയും വർഷങ്ങളായി കാത്തു സൂക്ഷിച്ചു പോരുന്ന ആരാധന, അത് ആരാധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശം ഭരണഘടനാപരമായിട്ടാണ്, അത് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് ഞങ്ങൾ. ത്രൂ ഔട്ട് യാത്രയിൽ ഞാൻ കാണി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും എനിക്ക് യാത്രയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ബേസ് ക്യാമ്പിലൊക്കെ അവർ തന്നെയാണ് ഞങ്ങൾക്ക് ഫുഡ് വിളമ്പാനും ബാക്കി എല്ലാ കാര്യത്തിനും സഹകരണത്തോടു കൂടി കൂടെ നിന്നത് അവർ തന്നെയായിരുന്നു. കാണി വിഭാഗക്കാരിലുള്ള യുവാക്കളാണ് നമുക്ക് ട്രക്കിങ്ങിന് ഗൈഡായിട്ട് കൂടെ വന്നിരുന്നത്. 95-ലോ 96-ലോ ഒരു ടീം ഇവിടുന്ന് പോയി. അതിനകത്ത് 50-50, അതുകൊണ്ട് പകുതി പെൺകുട്ടികളും പകുതി ആൺകുട്ടികളുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവരവിടെ പോവുകയും അവരവിടെ ഗവേഷണം നടത്തി അതിൻ്റെ പിന്നിൽ അപ്പോഴാണ് ആദ്യമായി ഒരു പരാതി വന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്താണ്, ശബരിമലയെക്കുറിച്ചുള്ള വിധി കേസും വഴക്കുമൊക്കെ നടക്കുന്ന ഒരു കാര്യം. 95-ലോ മറ്റോ ആണ് മഹേന്ദ്രൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത്. ഈ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്ത്രീ പ്രവേശനം ശബരിമലയിൽ ഒരു വിഷയമായി ഉയർന്നു വന്ന കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടികൾ അവിടെ പോകുന്നതും അതിൻ്റെ പേരിൽ പരാതി ഉണ്ടാകുന്നതും പിന്നെ പ്രശ്നങ്ങൾ വരുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അതൊരു തീർത്ഥാടന കേന്ദ്രമേ ആയിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി, എന്താണ് ശബരിമലയ്ക്കും അഗസ്ത്യകൂടത്തിനുമുള്ള ബൗദ്ധ പാരമ്പര്യം? ഇരുദേശത്തും സമാനമായ ചില വിശ്വാസങ്ങൾ എങ്ങനെ വന്നു? മണിമേഖലയിൽ
യുടെ 15-ാം അധ്യായത്തിൽ പുതിയൽ മലയിലെ ബുദ്ധസന്യാസിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 7-ാം നൂറ്റാണ്ടാവണം. 5-നും 7-നും ഇടയ്ക്ക് എഴുതിയതാണ് എന്ന് ചരിത്രകാരന്മാർ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ 7-ാം നൂറ്റാണ്ട് സന്യാസി മഠങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബുദ്ധ സന്യാസി മഠങ്ങളുണ്ടായിരുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. അത് മാത്രമല്ല, അവിടെ അതിനടുത്താണ് ഈ ചാത്തൻകോട് എന്ന് പറയുന്നൊരു സ്ഥലം. ചാത്തൻ അപ്പ് എന്ന് പറയുന്നൊരു ഗുഹ ഇപ്പോഴും ഉണ്ട്. ഈ നമ്മൾ അഗസ്ത്യകൂടത്തേക്ക് പോകുന്ന വഴി തന്നെ ചാത്തൻ അപ്പ്, ചാത്തൻകോട്. അപ്പോൾ ചാത്തൻ ശാസ്താവാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പൊതിയൽമല എന്ന് പറയുന്ന അഗസ്ത്യകൂടത്തിൻ്റെ അറ്റത്ത് ഒരു സ്ഥലമുണ്ട്, മഹേന്ദ്രഗിരി. അപ്പോൾ ഈ മഹേന്ദ്രൻ എന്ന് പറയുന്നത് അശോകൻ്റെ പുത്രനാണ്, നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ബുദ്ധമത പ്രചരണാർത്ഥം ഈ പൊതിയൽമല കടന്നുപോയി എന്നാണ് അവരുടെ ഇടയിൽ ഒരു വിശ്വാസമുള്ളത്. അപ്പോൾ എന്തായാലും ബുദ്ധമതത്തിന് അതിശക്തമായൊരു സ്വാധീനം ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയാം. ക്ലോഡിയസ് ടോളമേയസ് എന്നാണ്, ടോളമി എന്ന് വിളിക്കപ്പെടുന്നുവെങ്കിൽ അദ്ദേഹം തയ്യാറാക്കിയ ഇതിനകത്ത് ഈ അഗസ്ത്യകൂടത്തിനെ പറയുന്നത് ബത്തിഗോ എന്നാണ്. ബത്തിഗോ എന്ന് പറഞ്ഞാൽ ഈ പൊതികൈ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വേർഷനാണ് എന്ന് നമുക്ക് തോന്നാം. പൊതികയും ബത്തിഗോയും അങ്ങനെ ഒരു. അപ്പം ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഇതിൻ്റെ പേര് അഗസ്ത്യരുമായി ഇതിന് ആ കാലഘട്ടങ്ങളിലൊന്നും ബന്ധമില്ലായിരുന്നു എന്നും ഇതൊരു ബുദ്ധമത കേന്ദ്രമായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധമത സ്വാധീനം അവിടെ ആ പ്രദേശങ്ങളുണ്ടായിരുന്നു. മാലേയ മാരുതൻ വീശിപ്പരാഗങ്ങൾ ചാലവേ ദൂരെ പറപ്പിച്ചിടുന്നത് ലോലായതാക്ഷി മാരുത്യൽ കരങ്ങളിൽ ചാലയെ വഹിക്കുന്ന രത്നദീപങ്ങളും. ഇത് മലയപർവ്വതത്തെക്കുറിച്ചാണ്. പൊതിയിൽ മല തന്നെയാണ് മലയപർവ്വതം. സംഘകൃതികളിൽ നിന്നുള്ള പരിഭാഷ. മാലേയ മാരുതൻ പരാഗങ്ങൾ വീശുന്നുവെന്ന് 1400 വർഷം മുമ്പ് എഴുതിയ മലയിൽ ഇനിയെങ്കിലും പെണ്ണ് കയറാതെങ്ങനെ? 21-ാം നൂറ്റാണ്ടിൻ്റെ തിരുത്തലുകൾ തുടരുകയാണ്. ആൺമലകളെല്ലാം പെൺമലകൾ കൂടിയാകുന്ന കാലം. ആരും ക്ഷോഭിക്കരുത്.